ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എന്ത് കാരണം കൊണ്ടാണ് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. ആദ്യം തന്നെ 3 കാർഡ്സ് നോക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് വേണം സെലക്ട് ചെയ്യാൻ. ഈ കാർഡിൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗന്ദര്യം, കരുണ, അതുപോലെ തന്നെ നിങ്ങൾ മദർലി ലവ്, നിങ്ങളുടെ ചിരി, അതൊക്കെയാണ് അവരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊരു നല്ല സൗന്ദര്യമുള്ളൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അതുമാത്രമല്ല നിങ്ങളുടെ സ്വഭാവം, നിങ്ങൾക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്, കരുണയുള്ള ഒരു കൂട്ടത്തിലാണ്. അതൊക്കെ കണ്ടിട്ടാണ് അവർ നിങ്ങളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ടുള്ളത്. നിങ്ങളുടെ സൗന്ദര്യം മാത്രമല്ല, നിങ്ങളുടെ സ്വഭാവം അവർക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നിങ്ങളിലോട്ട് വരാനായിട്ട്. നിങ്ങൾ മറ്റുള്ളവരെ കരുതുന്ന കണ്ടിട്ട് നിങ്ങളുടെ പാർട്ട്ണർ വിചാരിച്ചിട്ടുണ്ട്, ഇവൾ എന്നെയും ഇതുപോലെ സ്നേഹിക്കും, എന്നെ ഇതുപോലെ നന്നായിട്ട് നോക്കുമെന്ന് പുള്ളി വിചാരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ചിരിയിലും അട്രാക്റ്റഡ് ആയിട്ട് പേഴ്സൺ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ സൗന്ദര്യത്തിൽ അവർ കാണുന്നത് ഒരു റാണിയെ പോലെയാണ്. ഇവിടെ സ്കിൻ, ഹെയർ, പിന്നെ എന്താ പറയുക, ഇവിടെ കണ്ണുകൾ, എല്ലാത്തിനും ഒരു പ്രത്യേക സൗന്ദര്യം ഉള്ളതുപോലാണ് പുള്ളിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളി അതൊക്കെ കണ്ടിട്ടാണ് പുള്ളി കൂടുതലും നിങ്ങളുടെ അടുത്തോട്ട് അട്രാക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. കാർഡ് നമ്പർ 1. ഇനി നമുക്ക് കാർഡ് നമ്പർ 2 റീഡ് ചെയ്യാം. ഇതിൽ പറയുന്നത് നിങ്ങളുടെ ബുദ്ധി, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങൾക്ക് ഭയമില്ല. എന്നാൽ എല്ലാവരോടും നിങ്ങൾക്കൊരു റെസ്പെക്റ്റും കാര്യമുള്ളൊരു കൂട്ടത്തിലാണ്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവ്വം ചെയ്തെടുക്കാനും അത് സക്സസ് ആക്കാനും ഉള്ളൊരു കഴിവുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രശ്നം വരുവാണെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, നിങ്ങൾ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്നില്ല. നിങ്ങൾ അതിൻ്റെ അകത്ത് അഡീഷണലായിട്ട് ഒരു കാര്യം ആഡ് ചെയ്തും പറയുന്നില്ല. എന്താണോ കാര്യം സംഭവിച്ചത് അത് പ്യുവറായിട്ട് മാത്രമാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടും ഒരു കള്ളം പറയാനും തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയൊന്നും അല്ല. ഓക്കെ, അപ്പം അതൊക്കെയാണ് പുള്ളിക്കാരന് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളത് നിങ്ങളെ. ഇവൾ നല്ല കുട്ടിയാണ്, ഇവൾ കള്ളമൊന്നും പറയത്തില്ല, ഇവൾ ഇപ്പം തെറ്റ് ചെയ്താലും അതെ ഞാനാണ് ചെയ്തത്, അത് എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയതാണ്, അതെ ഞാനാണ് ചെയ്തത് എന്ന് ഏറ്റു പറയാനും ഒരു ധൈര്യം കാണിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ആരെയും ഭയമൊന്നുമില്ല. എന്നുവെച്ചാൽ അതിൻ്റെ ഭവിഷ്യത്തുകളെ പറ്റിയൊന്നും അല്ല പുള്ളിക്കാരി ചിന്തിക്കുന്നത്. ഞാൻ അങ്ങനെയാണ്, എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ടുണ്ട്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊരു തരത്തിൽ അങ്ങനെ വിചാരിക്കുന്നൊരു വ്യക്തിയാണ്. പിന്നീട് നിങ്ങളുടെ ഒരു കഴിവെന്ന് പറയുന്നത്, നിങ്ങളുടെ ലവർ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇവിടെ അത്രയും ബുദ്ധിയും ബോൾഡ്നെസ്സും ഞാൻ വേറെ ആർക്കും കണ്ടിട്ടില്ല എന്ന് പുള്ളി തന്നെ ചിന്തിക്കുന്ന ഒരു സ്റ്റേജൊക്കെ വന്നിട്ടുണ്ട്. അതുപോലുള്ളൊരു ക്യാരക്ടറാണ് നിങ്ങളുടേത്. കാർഡ് നമ്പർ 3. ഇതിൽ പറയുന്നത് നിങ്ങളുടെ ഇൻഡിപെൻഡൻസ് ആണ്. നിങ്ങൾക്ക് എന്താ പറയുന്നത്, ജോലിയുണ്ട്, നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സ്വന്തം കാലിൽ നിൽക്കുവാണ്, നിങ്ങൾ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. പിന്നെ എന്താ പറയുന്നത്, ആൾക്കാരെ വെയിറ്റ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, സോ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, അങ്ങനെ ഒരാളാണ്. പിന്നെ മറ്റുള്ളവരെ ഹാപ്പി ആക്കാനൊന്നും നിൽക്കത്തില്ല. ഞാൻ എന്നെ തന്നെ ഹാപ്പി ആക്കും, ഞാൻ സ്ട്രോങ് ആണ് എന്ന് അങ്ങനെ മനസ്സിൽ വിചാരിച്ച് പോകുന്ന ഒരാളാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല. പക്ഷേ നിങ്ങൾ എന്താ പറയുന്നത്, ഇങ്ങനെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യത്തേയില്ല. നിങ്ങളുടെ കാര്യങ്ങൾ, ഇപ്പം എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. ഇപ്പം എനിക്ക് ജോലിയുണ്ട്, എൻ്റെ ഡ്രസ്സ്, എനിക്ക് വേണ്ടുന്ന ഫുഡ് ആയിക്കോട്ടെ, എൻ്റെ റെൻറ്റ്, എല്ലാ കാര്യവും ഞാൻ തന്നെ നോക്കിക്കോളാം. ഇപ്പോൾ ഒരു കാര്യം തന്നെ, ഇപ്പോൾ എന്തെങ്കിലും എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തീർക്കാനോ ഉണ്ടെങ്കിൽ തന്നെ ഞാനത് ഒറ്റയ്ക്ക് ചെയ്തോളാം, എനിക്ക് എൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ളൊരു ആളാണ് നിങ്ങൾ. ഗ്രൂപ്പ് നമ്പർ 3 ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇതുപോലുള്ള ടാരോട്ടിന് വേണ്ടി പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.